ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൗതത്തിനെ നിർത്തിക്കൊണ്ട് എല്ലാവരും ആ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ നന്ദയ്ക്കെതിരായിട്ട്. അപ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ കൊലയാളിക്കൊപ്പം പോയി ഇന്നത്തെ ദിവസം വലിയതായ നന്ദ ഈ വീട്ടിൽ വേണമോ എന്നുള്ളത് ഗൗതം തീരുമാനിക്കണമെന്നാണ് അവരുടെ അഭിപ്രായം. അപ്പോൾ അങ്ങനെ ചെയ്ത നന്ദയ്ക്ക് ഒരിക്കലും മാപ്പ് അർഹിക്കുന്നതല്ലെന്നും അതുകൊണ്ട് തന്നെ അവളോടൊപ്പം ഇനി ഈ വീട്ടിൽ ഒരുമിച്ച് ജീവിക്കാൻ തനിക്ക് കഴിയില്ല എന്നുള്ള കാര്യം വല്യമ്മ പറഞ്ഞപ്പോൾ നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, ഇന്നലെ വന്നു കയറിയ ആ കൊച്ചിന് വസന്തും അതുപോലെ ഈ കുടുംബവും തമ്മിലുള്ള ആ ഒരു വഴക്കിൻ്റെ ആഴം എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ അത് അവളുടെ ഒരു പ്രൊഫസർ മാത്രമല്ലേ എന്ന് ചോദിച്ചു. ദേ ലക്ഷ്മി, ഇനിയും നീ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ നിന്നെ നാവ് വലിച്ച് താഴെ ഇടുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവളെ വെറുതെ സപ്പോർട്ട് ചെയ്യുന്നൊന്നും അല്ല മഹിയേട്ടാന്ന് പറഞ്ഞു നമ്മുടെ ലക്ഷ്മി. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു, പിങ്കി അവിടെ ഇരുന്ന് ചിരിക്കുക. പിങ്കിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ എന്താടാ ഗൗതം നിൻ്റെ തീരുമാനം? ഇനി നീ അത് മാത്രം പറഞ്ഞാൽ മതി എന്ന് അച്ഛൻ മകനോട് പറയുന്നു. അപ്പോൾ എന്ത് വേണമെങ്കിലും നിങ്ങൾ തീരുമാനിച്ചോ, എന്ത് തീരുമാനമായാലും അത് ഞാൻ അനുസരിക്കുമെന്നും ഈ രീതിയിൽ ഇനിയും നന്ദയുമായിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല എന്ന് പറഞ്ഞു നമ്മുടെ ഗൗതം. അതൊക്കെ കേട്ട് വളരെ സന്തോഷവതിയായിട്ടിരിക്കുക പിങ്കി. അത് കേട്ട് കഴിഞ്ഞപ്പം ദേ ഗൗതം, ഇനിയും അവളുടെ പൂങ്കണ്ണീര് കാണുമ്പോൾ ഗൗതത്തിൻ്റെ ഈ ശൗര്യം ചോർന്നു പോകരുതെന്ന് പിങ്കി ചെന്ന് ഗൗതത്തിനോട് പറഞ്ഞപ്പോൾ എനിക്ക് എത്ര പ്രിയപ്പെട്ടതും വേണ്ടെന്ന് വയ്ക്കാനുള്ളത് ഉള്ള ഒരു ആത്മബലം ഉണ്ടെന്നുള്ളത് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് പിങ്കിക്കല്ലേ എന്നിങ്ങനെ ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പിങ്കി ഇങ്ങനെ വല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും നേരെ നോക്കുക. അപ്പോഴാണ് നമ്മുടെ നന്ദ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. നന്ദ അങ്ങ് കയറി വന്നപ്പോൾ എല്ലാവരും അവിടെ അങ്ങനെ ഇരിക്കുമല്ലേ. നന്ദ കയറി വന്നു, വാതിൽ കുറ്റിയിട്ടു. എന്നിട്ട് നന്ദ ഇങ്ങനെ വല്ലാത്തൊരു ടെൻഷൻ അനുഭവിച്ച് ഇവരുടെയൊക്കെ മുന്നിലേക്ക് വരുവാണേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നന്ദയെ തന്നെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു. അന്നേരം നിക്കടി അവിടെ എന്നും പറഞ്ഞുകൊണ്ട് മഹേശ്വരൻ്റെ വക ഒരു വിളിയും കൂടി. അപ്പോൾ നമ്മുടെ നന്ദ അവിടെ നിന്നു. ഇയാൾ തുള്ളിച്ചാടിയോ ചെന്നു. ഞങ്ങളുടെ മുഖത്തൊക്കെ കാർക്കിച്ച് തുപ്പിയിട്ട് എന്ത് ധൈര്യത്തിലാടി വീണ്ടും നീ ഇങ്ങോട്ടേക്ക് കയറി വന്നത് എന്ന് മഹേശ്വരൻ നന്ദയോട് ചോദിക്കുക. അപ്പോൾ അത് കേട്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നു. നന്ദ മാപ്പ് പറഞ്ഞു, മാപ്പച്ച എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇവരെല്ലാവരും ഇങ്ങനെ എന്നും പറഞ്ഞിങ്ങനെ നോക്കുക കേട്ടോ. എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുകയാണെന്നും എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നുള്ള കാര്യങ്ങളും നമ്മുടെ നന്ദ പറയുന്നു. പിങ്കി ഞെട്ടിപ്പോയി. പിങ്കി ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. എല്ലാ പ്ലാനും പൊളിഞ്ഞല്ലോ. ഞാൻ അയാളുടെ ക്ഷണം സ്വീകരിക്കരുതായിരുന്നെന്നും ഞാൻ അവിടെ പോവാൻ പാടില്ലായിരുന്നെന്നും പറഞ്ഞു. അപ്പോൾ വൈകി വന്ന വിവേകം അതോ പുതിയ നമ്പറോ? പിങ്കി പറഞ്ഞപ്പോൾ എത്ര വേണമെങ്കിലും എന്നെ കുറ്റപ്പെടുത്തിക്കുക പിങ്കി, പക്ഷേ ഞാനത് കേൾക്കാൻ ബാധ്യസ്ഥയാണെന്ന് എനിക്കറിയാം. VK സാറിനെ അന്ധമായി ഞാൻ വിശ്വസിച്ചു, അതാണ് ഞാൻ ചെയ്ത തെറ്റെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇങ്ങനെ പിങ്കി നോക്കുക നന്ദയെ. എല്ലാവരും ഇങ്ങനെ നോക്കുക ഇവളെന്തായി പറയുന്നതെന്ന്. അയാൾക്ക് ഞാനിട്ട ഇരട്ടപ്പേരായിരുന്നു റാസ്പുട്ടിൻ, പക്ഷേ ആ പേര് അയാൾക്കൊട്ടും ചേരില്ല എന്ന് ഇന്ന് എനിക്ക് മനസ്സിലായെന്നുള്ള കാര്യം നമ്മുടെ നന്ദ പറയണം. അപ്പോഴും എല്ലാവരും ഇങ്ങനെ നോക്കുക കേട്ടോ. എന്താ ഇവിളി പറയണേന്നുള്ള കാര്യം മനസ്സിലാകാതെ. പ്രിയേച്ചി ഇപ്പോഴും മനസ്സിലേറ്റ് നടക്കുന്ന അയാൾ ഒരു ഫ്രോഡാണെന്നുള്ള കാര്യം നമ്മുടെ നന്ദ എല്ലാവരുടെയും മുന്നിൽ വന്ന് നിന്ന് അങ്ങനെ അങ്ങ് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ലക്ഷ്മി ഇങ്ങനെ അന്താളിച്ചിരിക്കുക. അയാൾക്ക് പല സ്ത്രീകളുമായി ബന്ധമുണ്ടെന്ന് മാത്രമല്ല അയാൾക്കുണ്ടൊരു ഭാര്യ എന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പോഴേക്കും എന്നും പറഞ്ഞിരിക്കും അവിടെ നമ്മുടെ അരുന്ധതി. കിട്ടിയില്ലേടി എന്നുള്ള ഇതിൽ അയാളുടെ ഭാര്യയെ നേരിട്ട് കണ്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ അതൊക്കെ കേട്ടപ്പോൾ ഇവരെല്ലാവരും ഒരു ഇതുമില്ലാതെ ഇങ്ങനെ ഇരിക്കുക. ആ എടുത്തു വളർത്തുന്ന കുഞ്ഞും അവർക്കൊപ്പം ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പം നന്ദമോളെ സത്യമാണോ നീ പറയുന്നതെന്ന് ചോദിച്ചു ലക്ഷ്മി. അപ്പോൾ ആ ലക്ഷ്മി അമ്മയാണെങ്കിൽ സത്യം, പ്രിയേച്ചി ഇപ്പോൾ അയാൾക്ക് ആരുമല്ലെന്നും അയാളുടെ മനസ്സിലോ ജീവിതത്തിലോ പ്രിയേച്ചി ഇല്ലെന്നുള്ള കാര്യവും പറഞ്ഞു. അയാൾക്കൊരു ജീവിത പങ്കാളിയുണ്ട്, ജീവിതവും ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊന്നും കേട്ട് ലക്ഷ്മിക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും നന്ദ കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ. ആ വൃത്തികെട്ട മനുഷ്യനോട് പകരം വീട്ടേണ്ടത് നമ്മുടെ ആവശ്യമാണെന്ന് നന്ദ ഇവിടെ നിന്നിങ്ങനെ പറയണു. അപ്പോൾ നന്ദ ഇതൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ ആ കലി കയറി നിന്ന് ആ ഒരു മൈൻഡൊക്കെ അങ്ങ് മാറ്റി. എന്നിട്ട് വല്യമ്മയുടെ അടുത്ത് എന്നിട്ട് വല്യമ്മേ, അതിനുള്ള വഴിയാ ഇപ്പം നമ്മുടെ മുന്നിൽ തുറന്നു കിട്ടിയിരിക്കുന്നതെന്നും പൂവമ്പള്ളിക്കാരുമായിട്ടുള്ള വിവാഹബന്ധം അത് നമ്മൾ നടത്തണം വല്യമ്മേ, എന്ത് വില കൊടുത്തിട്ടാവും നമ്മൾ നടത്തണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭയങ്കര സന്തോഷമായി നമ്മുടെ അരുന്ധതിക്ക്. പിങ്കി മൊത്തത്തിൽ ഡിമ്മായി അവിടെ അങ്ങനെ ഇരിക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഗൗതവും അതുപോലെ നന്ദയും കൂടെ റൂമിലിരുന്ന് സംസാരിക്കുക. അപ്പോൾ പലരും പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അയാളുടെ വഴിവിട്ട ബന്ധങ്ങൾ. മറ്റൊരു വിവാഹം കഴിച്ചു എന്ന് കരുതി നമുക്കെന്താണെന്ന് അന്നേരം ചോദിച്ചു ഗൗതം. ഇപ്പം നിനക്കെല്ലാം മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അയാൾക്ക് മറ്റൊരു ഭാര്യ ഇല്ലായിരുന്നെങ്കിൽ കാലങ്ങൾക്ക് മുൻപേ അയാൾ പ്രിയേച്ചെ തേടി വരുമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പം ചതിയനാണെന്ന് പറഞ്ഞു നന്ദ.
അതുകൊണ്ട് ഇനിയെങ്കിലും നീ നിന്റെ മനസ്സിൽ പ്രിയേച്ചിക്ക് നല്ല ജീവിതം ഉണ്ടാക്കാനുള്ളൊരു പിടിവാശി മാറ്റിക്കോളാൻ പറഞ്ഞപ്പോൾ അത് മാറ്റിക്കളയാനല്ല, കൂടുതൽ തെളിയിക്കാനാണ് ഞാൻ പോകുന്നതെന്ന് നന്ദ ഗൗതത്തിനോട് പറഞ്ഞു. ആത്മാർത്ഥമായി സ്നേഹിച്ച പ്രിയേച്ചിയോട് അയാൾ കാണിച്ച വഞ്ചനയ്ക്ക് പകരം വീട്ടണം സാർ എന്നൊക്കെ പറഞ്ഞ് നന്ദ ഭയങ്കരമായിട്ട് രോക്ഷം കൊള്ളുവോടെ നിന്നേ. അതിനുള്ള വഴിയാ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത്. പൂവമ്പള്ളിക്കാരുടെ കല്യാണാലോചന അത് നമ്മൾ എന്ത് വില കൊടുത്തും നടത്തണമെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു. അപ്പം ഇത് എന്താ നിനക്ക് ഇപ്പം ഇങ്ങനെ ഒരു മനമാറ്റം എന്ന് ചോദിച്ചപ്പോൾ, ഇത് മനമാറ്റമല്ല സാർ, ഇത് ദൈവത്തിൻ്റെ നിശ്ചയമാണ്. അതുകൊണ്ടാണ് അയാളുടെ കള്ളത്തരം ഇന്ന് എനിക്ക് പിടിക്കാൻ പറ്റിയത്, അതെൻ്റെ കണ്ണുകൊണ്ട് കാണിച്ച് തന്നതെന്നൊക്കെ പറഞ്ഞു നന്ദ. അപ്പോൾ അതൊക്കെ കേട്ട് ഗൗതം ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഇവർ തമ്മിൽ ആ ഒരു ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കാം. അപ്പോൾ ഇങ്ങനെ നീ ഒറ്റയടിക്ക് ഇതെല്ലാം പ്രിയേച്ചിയോട് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഒറ്റയടിക്കൊന്നും ചെന്ന് പ്രിയേച്ചിയോട് പറയരുതെന്ന് പറഞ്ഞു. സാവധാനം വെച്ചൊന്ന് പറയാവുള്ളെന്ന് പറഞ്ഞപ്പോൾ എന്തിനാ സാവധാനം, ഒരു നിമിഷം നേരത്തെ പ്രിയേച്ചി മനസ്സിൽ നിന്ന് പറിച്ച് ദൂരെ എറിയട്ടെ ആ ചതിയനെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഗൗതത്തിനോട് പറയാം. ആ മനസ്സിൽ ഇനി വേണ്ടത് സമാധാനമാണെന്നും മനസമാധാനത്തോടു കൂടിയുള്ള ജീവിതമാണെന്നുള്ള കാര്യവും നന്ദ ഗൗതത്തിനെ അറിയിക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചിട്ട് നമ്മുടെ നന്ദ ഈ പുറത്തേക്ക് പോരുമ്പോഴേക്കും മുളെ എന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് മോഹിനിയും അതുപോലെ തന്നെ നമ്മുടെ വല്യമ്മയും കൂടെ നമ്മുടെ നന്ദയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് മോളെ പൊന്നെ ചക്കരയെ തേനേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്. ഇപ്പോഴാണ് മോള് ശരിക്കും ഇന്ത്യവരം തറവാടിൻ്റെ മരുമകളായതെന്നൊക്കെ പറഞ്ഞു വല്യമ്മ. അപ്പോൾ അതെ എന്ന് മോഹിനിയും, വെറും മോളല്ല ഏട്ടത്തി, കുടുംബ സ്നേഹമുള്ള മരുമകൾ, തൻ്റെ ഇടമുള്ള ചുണക്കുട്ടിയായ മരുമോളെന്നൊക്കെ പറഞ്ഞു. നന്ദ ഇങ്ങനെ അമ്പരപ്പോടുകൂടി ഇവരെ നോക്കുക. ആ സാമദ്രോഹിയുടെ തനി നിറം മോള് ഒറ്റയ്ക്ക് വെളിച്ചത്ത് കൊണ്ടുവന്നല്ലോ, അത്രയും സമാധാനം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പൊക്കലും കയറ്റി തല വെക്കലോ ഒക്കെ. അപ്പോൾ ഇതൊക്കെ കണ്ടു പിങ്കി അങ്ങ് വന്നു. പിങ്കി ആരും അല്ലാതായി അവിടെ. ഇപ്പം എൻ്റെ മഹാദേവേട്ടൻ്റെ ആത്മാവ് നന്ദമോളെ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കുന്നുണ്ടാകുമെന്നൊക്കെ വല്യമ്മ അവിടെ നിന്ന് ഇങ്ങനെ പറയാം. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് പിങ്കിക്ക് സഹിക്കുന്നില്ല. എൻ്റെ പൊന്നുമോൾക്ക് വല്യമ്മ ഒരു ഉമ്മ തരട്ടെ എന്നൊക്കെ ചോദിച്ച് വല്യമ്മ ഉമ്മയൊക്കെ കൊടുക്കണം. നാളെ മുതൽ നന്ദമോൾ ഈ വീട്ടിലെ വെറും മരുമോളൊന്നുമല്ല, ഈ വീട്ടിലെ രാജകുമാരിയാ എന്ന് മോഹിനി പല്ലെറിഞ്ഞിങ്ങനെ നിൽക്കുന്നു. നമ്മുടെ പിങ്കി. രാജകുമാരി അല്ല മോഹിനി, ഇവൾ ഈ വീടിൻ്റെ രാജ്ഞി തന്നെയാ. എനിക്ക് ശേഷം ഈ വീട് ഭരിക്കേണ്ട ഇന്ത്യവരത്തിലെ കാരണവത്തി. അങ്ങനെ എല്ലാ അവകാശങ്ങളും ശരിക്കും പറഞ്ഞാൽ പിങ്കിയെ ചവിട്ടി പുറത്താക്കിയിട്ട് ഇന്ത്യവരത്തിൻ്റെ സർവ്വ അവകാശങ്ങളും അധികാരങ്ങളും നമ്മുടെ നന്ദയ്ക്ക് പതിച്ചു നൽകുകയാണ് അരുന്ധതി. ഇതൊക്കെ കണ്ട് പിങ്കിക്ക് സഹിക്കുമോ? അല്ല, മോൾ എങ്ങോട്ട് പോകുമായിരുന്നു എന്ന് ചോദിച്ചപ്പം ഞാൻ പ്രിയേച്ചിയുടെ അടുത്തേക്കാണെന്ന് പറഞ്ഞു നന്ദ. ചെല്ല് വേഗം ചെല്ല്, അവളോട് കാര്യങ്ങളെല്ലാം പറ. അവളുടെ ജീവിതത്തിൽ അവളുടെ ഒരു സ്ഥലത്തും അവൻ്റെ ഒരു നിഴൽ പോലും ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ പറഞ്ഞ് നന്ദയെ അങ്ങ് പറഞ്ഞു വിടും. അപ്പം നന്ദ അങ്ങോട്ടേക്ക് പോകണു. പിങ്കി പല്ലെറിഞ്ഞ് പിടിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു. ഇത്രയും വലിയ ദുഷ്ടനായ അവൻ്റെ മുന്നിൽ ഇങ്ങനെയല്ല നിൽക്കേണ്ടത്, ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നു നമ്മുടെ അരുന്ധതി. നമ്മുടെ പ്രിയമോള് അങ്ങനെ വേണം അവനോട് പ്രതികാരം വീട്ടാനെന്നും. പിങ്കി ഇതൊക്കെ കേട്ട് മിണ്ടാട്ടം മുട്ടി നിൽക്കുമല്ലേ. പൂവമ്പള്ളിയിലെ രഘുവരനുമായിട്ടുള്ള കല്യാണത്തിനും മോളും പ്രിയയെ കൊണ്ട് സമ്മതിപ്പിക്കണം എന്നുള്ള കാര്യമൊക്കെ അരുന്ധതി പറഞ്ഞു. അപ്പോൾ സമ്മതിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് നേട്ടത്തിൽ പ്രത്യേകിച്ച് പറയണ്ട, അതൊക്കെ നന്ദമോൾ അറിഞ്ഞു ചെയ്തോളും, അല്ല നന്ദമോൾ എന്ന് മോഹിനി. ആ സമയം ഈശ്വര ഒരുപാട് വൈകിട്ടാണെങ്കിലും ഒടുവിലെല്ലാം വെളിച്ചത്ത് വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ സംസാരിക്കുക കേട്ടോ. അപ്പോൾ ഇവർ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നന്ദ അങ്ങോട്ടേക്ക് പോയി. പിങ്കിയാണെ പല്ലുറുമി പിടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക. അപ്പോൾ നന്ദ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നന്ദയെ അവിടെ നിർത്തി പുകഴ്ത്തിക്കൊണ്ടേ ഇരിക്കുക. മോഹിനി ആ പോയതേ ഹിന്ദി വരത്തിലെ മരുമകളല്ല, മോള് തന്നെയാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. പിങ്കി നേരത്തേക്ക് ഫോണും എടുത്ത് ഇങ്ങോട്ടേക്ക് പോന്നു. ആ ഒരു സംഭവവും കാര്യങ്ങളും ഇതെല്ലാം കൂടെ പറഞ്ഞ് അവരങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ പവിത്ര അങ്ങോട്ടേക്ക് വന്ന് ഇതൊക്കെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ ഒളിഞ്ഞു നോക്കുന്ന പവിത്രയെ നോക്കി. അപ്പോൾ പിങ്കിയെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടാണ് പവിത്ര നിൽക്കുന്നത്. ആ സമയം മോഹിനി വന്നു. നീ എന്താടി നോക്കുന്നത്? ഇത് നോക്കിക്കേ, പിങ്കി ചേച്ചി നോക്കിക്കേ, ഇവളെന്തിനാ ഇങ്ങനെ നിൽക്കുന്നത്? അത് പിന്നെ നന്ദേച്ചി നിങ്ങളെല്ലാവരും കൂടെ പൊക്കി തലയിൽ വെച്ചതേ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തോന്നണേന്ന് പറഞ്ഞു പവിത്ര മോഹിനിയോട്. ഓ അതാണോ? പിങ്കേച്ചിയുടെ ആ നിൽപ്പ് കണ്ടാൽ അറിയാം കലിപ്പിലാണെന്ന്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പം മോഹിനി അങ്ങ് ചെന്നു. അപ്പോൾ ഇതെന്താ മോളെ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. പിന്നെ ഞാനെന്ത് വേണം? നിങ്ങളുടെയൊക്കെ കൂടെ വന്ന് നിന്ന് നന്ദയ്ക്ക് വെഞ്ചാമരം വീശി കൊടുക്കണോന്ന് ചോദിച്ചു. അയ്യയ്യേ, ആര് വെഞ്ചാമരം വീശി? മോക്ക് എന്താ പറ്റിയേ? ആ പ്രിയയെ കൊണ്ട് കല്യാണത്തിന് സമ്മതിപ്പിക്കാൻ അവളെ വെറുതെ ഒന്ന് കൈമണി അടിച്ചെന്നല്ലേ ഉള്ളൂ, പിന്നെന്താ? അപ്പം പിങ്കി ചേച്ചി കണ്ടത് മുഴുവൻ ഭാവാഭിനയമായിരുന്നു എന്ന് പവിത്ര. എന്ത് അഭിനയമാണെങ്കിലും അവളങ്ങ് തെളിഞ്ഞില്ലേ എന്ന് ചോദിച്ചു പിങ്കി. എന്നിട്ട് എൻ്റെ നേരെ ഒരു പരിഹാസം നോട്ടവും.
ആ ഞെളിയലിൻ്റെ ആയുസ് പ്രിയ കല്യാണത്തിന് സമ്മതിക്കുന്നത് മാത്രമേ ഉള്ളൂ മോളെ. അത് കഴിഞ്ഞാലേ വലിയമ്മ തന്നെ അവളെ ചവിട്ടിക്കൂട്ടി മൂലയിലിട്ടോളൂ എന്ന് പറഞ്ഞു നമ്മുടെ മോഹിനി. അല്ല, പിങ്കി മോളുടെ മോളിൽ ഞങ്ങൾ അവളെ വാഴിക്കുവോ? കൊള്ളാം എന്നൊക്കെ പറയുമ്പോൾ, അല്ല എന്നാലും ഒരു കാര്യം സമ്മതിച്ചേ പറ്റൂ. പ്രിയേച്ചിയുടെ ആദ്യ ഭർത്താവിൻ്റെ തനി നിറം വെളിച്ചത്ത് കൊണ്ടുവന്നത് പിങ്കേച്ചി അല്ലേ എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് അവൾ കൈ നിട്ടതല്ലെന്ന് എന്താ ഉറപ്പ്? നിങ്ങളുടെയൊക്കെ മുന്നിലേ ആളാവാൻ വേണ്ടിയിട്ട് വസന്തിന് വേറെ ഭാര്യയുണ്ടെന്നൊക്കെ കള്ളം പറയുമോ എന്ന് മോഹിനി ചോദിച്ചു. അങ്ങനെ ഒരു കടുകയൊക്കെ അവൾ ചെയ്യുമോ? അതല്ല, അതിനപ്പുറവും ചെയ്യുന്നവളാണ് അവളെന്നും പറഞ്ഞുകൊണ്ട് പിങ്കി. ഇതൊക്കെ കേട്ട് ഇവര് ഇങ്ങനെ നിൽക്കുക. വളഞ്ഞ വഴിയിലൂടെ ഗൗതത്തെ സ്വന്തമാക്കിയവളാ അവള്. അവൾക്കാണോ സ്വന്തം കാര്യം സാധിക്കാൻ എന്ത് കള്ളവും പറയാൻ മടി? പിങ്കി മോള് പറയുന്നതിൽ കാര്യമില്ലാതില്ല എന്ന നേരം ചേച്ചി അവളുടെ കള്ളക്കളി പൊളിക്കാൻ തന്നെ എൻ്റെ തീരുമാനം. അങ്ങനെ അവളിപ്പോൾ വിലസുണ്ടായെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി പറഞ്ഞപ്പോൾ എന്ത് ചെയ്യാൻ പോവാന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ ഞാൻ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു പിങ്കി. ഞാനും കളത്തിലിറങ്ങി കളിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ ഇവരുടെ മുന്നിൽ നിന്ന് പറയുന്നു. ഇനി ഇവളിനി എന്നതാണോ കാണിക്കാൻ പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് മോഹിനിയും പവിത്രയും കൂടെ അവിടെ നിൽക്കുന്നു. അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രിയ കേട്ടോ. പ്രിയ അവിടെ ഇരുന്ന് ഇങ്ങനെ ഒരു ആൽബത്തിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് കയ്യിൽ പിടിച്ച് അത് നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്ക് ലക്ഷ്മി അങ്ങോട്ടേക്ക് ചെന്നു. ലക്ഷ്മി ഇത് കാണുവാണേ. എന്നിട്ട് നോക്കി നിൽക്കുക. ആ ഫോട്ടോ ഇങ്ങനെ രണ്ടായിട്ട് കീറി അതിങ്ങനെ ചന്നം പിന്നെ കീറി വേസ്റ്റ് കോട്ടയിലിട്ടു. എന്നിട്ട് കരയുമ്പോൾ മോളിങ്ങനെ വിഷമിക്കരുതെന്ന് പറഞ്ഞു ലക്ഷ്മി. അയാൾക്ക് നിന്നെ വിധിച്ചിട്ടില്ല എന്ന് കരുതിയാൽ മതി, അതാണ് മോളെ സത്യം എന്നൊക്കെ പറഞ്ഞു. അതായിരിക്കും ദൈവനിശ്ചയവും എന്നുള്ള കാര്യങ്ങളൊക്കെ പൊട്ടിക്കറിയാ നമ്മുടെ പ്രിയ അവിടെ ഇരുന്നു. ലക്ഷ്മിക്കോട് ഒരു വാക്കുപോലും പറയാതെ കരഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയ എന്നിട്ട് അവിടെ നിന്ന് പോണു. പ്രിയയുടെ പിന്നാലെ ചെന്ന് ലക്ഷ്മി സമാധാനിപ്പിക്കുക. എല്ലാവരും വസന്തിനെ തള്ളി പറഞ്ഞപ്പോഴും ഞാൻ മനസ്സുകൊണ്ട് അവൻ്റെ പക്ഷത്ത് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താ മോളെ നമ്മൾ പറയേണ്ടതെന്ന് ചോദിച്ചു. നന്ദമോള് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അമ്മ അത് വിശ്വസിച്ചതെന്നുള്ള കാര്യങ്ങൾ ലക്ഷ്മി പറയുക. വസന്തിൻ്റെ വിശ്വരൂപം നന്ദമോളുടെ കൺമുന്നിൽ തന്നെ കാണിച്ചു കൊടുത്തത് ഉടയതമ്പുരാൻ തന്നെ ആയിരിക്കില്ലേ മോളെ എന്ന് ലക്ഷ്മി പ്രിയയോട് ചോദിക്കുന്നു. അപ്പോഴും നിന്ന് കരച്ചിലോ. നന്ദയല്ലാതെ അതാരും പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ലായിരുന്നു ചെറിയമ്മയെന്ന് പ്രിയ നേരം ലക്ഷ്മിയോടും പറഞ്ഞു. അപ്പോൾ അത് ലക്ഷ്മിയും അങ്ങനെ തന്നെ. ആ സമയത്താണ് നന്ദ റൂമിലേക്ക് വരുന്നത്. ഈ കാഴ്ച കണ്ടു. വലിച്ചു ഇട്ടിരിക്കുന്ന ഫോട്ടോ. അപ്പോൾ അങ്ങനെ പ്രിയേച്ചി എന്നും പറഞ്ഞ് അടുത്തേക്ക് ചെന്നപ്പം പ്രിയ നന്ദയോട് നന്ദി പറയുക. വേറൊന്നുമല്ല, ഇത്രയും നാൾ ഞാൻ കണ്ടതും കേട്ടതും ഒക്കെ വെറും ഒരു ചതിയുടെ മുഖം മൂടി മാത്രമായിരുന്നു എന്ന് നീ എനിക്ക് കാട്ടി തന്നു എന്നുള്ള കാര്യം പറഞ്ഞ. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി നന്ദയ്ക്കും. എൻ്റെ അച്ഛൻ്റെ മരണത്തിന് പിന്നിൽ അയാളുടെ പകയുണ്ടായിരുന്നു എന്ന് എൻ്റെ അമ്മ പറഞ്ഞപ്പോഴും ഞാനത് വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പം എനിക്ക് വിശ്വാസമായി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ പ്രിയയും എല്ലാ കാര്യങ്ങളും മനസ്സ് തുറന്ന് അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നു. അങ്ങനെ തകർന്ന് നിൽക്കുന്ന നമ്മുടെ പ്രിയയെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് പോലും നന്ദയ്ക്കോ അല്ലെങ്കിൽ ലക്ഷ്മിക്കോ അറിയാത്തൊരവസ്ഥ. എൻ്റെ ഹൃദയത്തിലും അയാളുടെ മുഖം അല്ലെങ്കിൽ ആ ചിത്രം പതിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ് പ്രിയ. അത് പറിച്ചെറിഞ്ഞ് കഴിഞ്ഞു ഞാൻ. ഇനി അയാളെ ഓർത്ത് കണ്ണീരൊഴുക്കാനുള്ളതല്ല പ്രിയേച്ചിയുടെ ജീവിതം എന്ന് പറയുകയാണ് നമ്മുടെ നന്ദ അന്നേരം. അയാൾക്ക് മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കാനുള്ളതാണ് പ്രിയേച്ചിയുടെ ജീവിതമെന്നും നന്ദ പറയുന്നു. പ്രിയേച്ചി പ്ലീസ് ഇങ്ങനെ കരയരുത്. പ്രിയേച്ചി അയാൾക്ക് വേണ്ടെങ്കിൽ അയാൾക്ക് പ്രിയേച്ചിക്ക് വേണ്ടെന്ന് അയാളുടെ കൺമുന്നിൽ തന്നെ കാട്ടി അയാളെ ബോധ്യപ്പെടുത്തുകയാണോ വേണ്ടതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് നമ്മുടെ പ്രിയ ഇങ്ങനെ തകർന്ന് നിൽക്കുക കേട്ടോ. അപ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പ്രിയമോളെ അതെ അങ്ങനെ തന്നെയാണ് മോള് ചെയ്യേണ്ടത്, അങ്ങനെ തന്നെ വേണം അവന് ചുട്ട മറുപടി കൊടുക്കാനെന്ന ലക്ഷ്മി. അപ്പോൾ വസന്ത് സാറ് മറ്റൊരു സ്ത്രീയെ നെഞ്ചോട് ചേർത്ത് പ്രിയേച്ചിക്ക് മുൻപിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പ്രിയേച്ചി തകർന്നു പോകരുത്. പ്രിയേച്ചി നല്ലൊരു പുരുഷൻ്റെ കൈ പിടിച്ച് വസന്ത് സാറിൻ്റെ മുന്നിൽ നിവർന്ന് നിൽക്കുകയാണ് വേണ്ടതെന്ന് നന്ദ പറയണം. അപ്പോൾ അതേ മോളെന്ന് ലക്ഷ്മി അങ്ങനെ അപ്പുറവും ഇപ്പുറവും നിന്ന് ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് പ്രിയയെ മനസ്സിലാക്കി കൊടുക്കുക. അയാൾക്ക് വേണ്ടി പ്രിയേച്ചി വേണ്ട എന്ന് വെച്ചത് പലതും പ്രിയേച്ചി തിരിച്ചു പിടിക്കണം. ഇനി പ്രിയേച്ചിയുടെ വാശിയൊന്നും വേണ്ട. സഹിക്കാൻ മാത്രമല്ല പെണ്ണിനെ പകരം വീട്ടാനും കഴിയുമെന്ന് ചുറ്റിനുമുള്ളവരെ കാണിച്ചു കൊടുക്കണം പ്രിയേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നന്ദ പറയുന്നു. സമയം കണ്ണുനീരൊക്കെ തുടച്ച് ഭയങ്കര ധൈര്യത്തോടു കൂടി നമ്മുടെ പ്രിയ തിരിച്ചു വരുന്നു. അങ്ങനെ പ്രിയയുടെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ പിങ്കിയാണ്. പിങ്കി കൂട്ടുകാരിയെ വിളിക്കുക. ഇവിടെ എനിക്ക് ആകെ ഉണ്ടായിരുന്ന പിടിവളി മോഹിനിയും അതുപോലെ തന്നെ വല്യമ്മയായിരുന്നു എന്നും പറഞ്ഞു. അപ്പോൾ അവരെയും അവൾ കുപ്പിയിലാക്കിയെന്നൊക്കെ പറഞ്ഞു. എന്തായാലും നിൻ്റേത് ബെസ്റ്റ് ടൈം തന്നെയാണെന്ന് സാന്ദ്ര അന്നേരം പറയാം. അപ്പോൾ സാന്ദ്ര കൂട്ടുകാരിയോട് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ഇനി ഈ കാര്യങ്ങളെല്ലാം
എനിക്ക് തെളിയിച്ചാൽ മാത്രമേ നന്ദയെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കാനായിട്ട് പറ്റുള്ളൂ. അതിനെനിക്ക് നിൻ്റെ സഹായം വേണമെന്ന് പറഞ്ഞു. നന്ദയ്ക്കെതിരെയുള്ള നമ്മുടെ പ്ലേ തുടങ്ങണം എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ വി കെ സാറിനെ വെച്ച് എന്ത് പ്ലേ നടത്താനാ, എന്താ നിൻ്റെ പ്ലാൻ എന്നൊക്കെ ചോദിച്ചപ്പം വി കെ സാറിനെ നമ്മുടെ കൈപ്പിടിയിലാക്കണം സാന്ദ്ര, നമ്മുടെ പരിധിയിലാക്കണമെന്നും എന്നിട്ട് ഇന്നതുപോലൊക്കെ ചെയ്യണമെന്നും പറഞ്ഞു പിങ്കി എല്ലാം പറഞ്ഞു കൊടുക്കുക കൂട്ടുകാരിക്ക്. അങ്ങനെ ആ ഗ്രേറ്റ് റാസ്പുട്ടിനെ നമ്മൾ കയ്യിലിട്ട് അമ്മാനമാടുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഡയലോഗുകൾ. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഗൗതത്തിൻ്റെ അരികിലേക്ക് നന്ദ വരുന്നത്. എന്നിട്ട് വളരെ ഹാപ്പി ആയിട്ട് നന്ദ ഇങ്ങനെ വന്നിരിക്കുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് പറഞ്ഞു ഗൗതം. ഒരുമാതിരി കണിക്കൊന്ന പൂത്തതുപോലെയാണല്ലോ. അപ്പോൾ പൂത്തല്ലോ, കണിക്കൊന്ന പൂത്തുലഞ്ഞല്ലോ, പക്ഷേ ആ കണിക്കൊന്ന ഞാനല്ല പ്രിയേച്ചിയാണെന്ന് പറഞ്ഞു നന്ദ. അപ്പോൾ അത് കേട്ടപ്പോൾ പ്രിയേച്ചിയെ പറ്റിയുള്ള സാറിൻ്റെ ആ ഒരു ധാരണയൊക്കെ തകിടം മറിയാൻ പോവുകയാണെന്ന് പറഞ്ഞു. അന്നേ ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്നിട്ടെന്താ അവസാനിച്ചില്ലല്ലോ എൻ്റെ ഗൗതം സാറേ, പ്രിയേച്ചി പാതി സമ്മതം തന്നു കഴിഞ്ഞു. പിന്നെ ചുമ്മാ പറയരുത്, ഞാൻ വിശ്വസിക്കത്തില്ലെന്ന് ഗൗതം പറഞ്ഞപ്പോൾ എന്നെ വിശ്വസിക്കേണ്ട, അമ്മയെ വിശ്വസിക്കാലോ, അമ്മയോട് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. സാധാരണ കല്യാണക്കാരും പറയുമ്പോൾ പ്രിയേച്ചി നമ്മളോട് ദേഷ്യപ്പെടാറില്ലേ, പൊട്ടിത്തെറിക്കാറില്ലേ? ഇന്ന് ആ ദേഷ്യവും പൊട്ടിത്തെറിയും ഒന്നുമില്ലെന്നൊക്കെ പറഞ്ഞു. അപ്പം അതിൻ്റെ അർത്ഥം എന്താ, സമ്മതമാണ് കല്യാണത്തിന് എന്നുള്ളതല്ലേ എന്ന് ചോദിച്ചപ്പോൾ നീ പറഞ്ഞൊക്കെ നേരാണെങ്കിൽ ഇനിയൊരു ജീവിതം പോലും വേണ്ടെന്ന് വെച്ചോ പ്രിയേച്ചിക്കൊണ്ട് നീ ഈ തീരുമാനം എടുപ്പിച്ചെങ്കിൽ നന്ദ യു ആർ ഗ്രേറ്റ് എന്നും പറഞ്ഞ് നമ്മുടെ നന്ദയെ അംഗീകരിക്കുന്നു ഗൗതം. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനൊക്കെ കാണിച്ചാട്ടോ ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.